ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 500 വർഷത്തോളം പഴക്കമുള്ളൊരു പുരാതന ഗുഹാക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് മുടി വളരുന്നുള്ള നേർച്ച. എന്താണ് ആ നേർച്ച എന്നൊക്കെ ഞാൻ പുറകെ പറയാം. നമുക്ക് പോകാം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത്. കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രവും സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നുമാണ് കല്ലിങ്കൽ ഭഗവതി ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ ഇത് ഒരു ജൈന ക്ഷേത്രമായിരുന്നു. സ്ത്രീകൾക്ക് മുടി വളരുവാനായി ചൂല് കെട്ടിക്കിടക്കുന്ന നേർച്ച ഇവിടെ ഉണ്ട്. കുറേ പടികൾ കയറി ഇറങ്ങി വേണം അമ്പലത്തിലേക്ക് ചെല്ലാൻ. പടി ഇറങ്ങി വരുമ്പോൾ ഇടത് സൈഡിലായി ഒരു അമ്പലക്കുളവും കാണാം. നമുക്ക് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കയറാം. ഈ സ്റ്റെപ്പുകൾ കയറി വേണം അമ്പലത്തിൽ ചെല്ലാൻ. പടി കയറി വരുമ്പോൾ വലതുവശത്തായി 9 പ്രതിഷ്ഠകൾ കാണാം. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഭാഗം കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ചൂല് നേർച്ച വെക്കേണ്ടത്. ഈ ചൂല് കിട്ടുമ്പോൾ ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല. കൈ മാത്രം ഉപയോഗിച്ച് ചൂലുണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ചാൽ മുടി ധാരാളം ഉണ്ടാവും. ഈ ചൂല് വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാറ് ഫലം ഉറപ്പെന്ന് ഇവിടെ പറഞ്ഞു. 5000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ വലിയ കല്ല് ഭൂമിയെ തൊടാത്ത പോലെയാണ് ഇരിക്കുന്നത്. ആ കല്ല് ഒരു അത്ഭുതമായി ഇവിടെ തുടരുന്നു. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. ഇവിടെ തൊഴുതിട്ട് ഈ വലിയ കല്ലിനെ വലം വെച്ച് വേണം വരാൻ. പുറകിലോട്ട് പോകുമ്പം വലിയ ആഴത്തിലുള്ള ഒരു കിണർ കാണാം. ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്തിരിക്കുന്ന കല്ലിൻ്റെ പുറകുവശമാണിത്. ഇവിടുത്തെ മറ്റൊരു വിശ്വാസമാണ് വീട് പണി തീരാനായി കല്ലടുക്കി വെക്കുന്നത്. വീട് പണിക്കിടയിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറുവാനായി അവിടുത്തെ 2-3 കല്ലുകൾ കൊണ്ട് ഇവിടെ വെച്ച് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വെച്ച് മഹാരാഷ്ട്രയിലുള്ള ഒരു ഫാമിലിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഈ പടികൾ കയറി വേണം നമ്മൾക്ക് പോവാൻ. ഈ പാറ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് നന്നായി കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിന് ചുറ്റും പേര് പോലെ തന്നെ ഒരുപാട് വലിയ കല്ലുകൾ കാണാം. ഇത്ര വലിയ കല്ലുകൾ ഭൂമിയെ തൊടാതെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ ഗുഹ പോലെയാണ് കാണുന്നത്. ഞാൻ ആ കല്ലിന് ചുറ്റും വലം വെച്ച് കഴിഞ്ഞു. വനത്താൽ ചുറ്റപ്പെട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഈ സൈഡിലുള്ള സ്റ്റെപ്പിലൂടെ ഞങ്ങൾ കയറി നോക്കി. ഇവിടെ ആരോ ആനേനെ വരച്ചു വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റും എവിടെ നോക്കിയാലും വലിയ പാറകളും വനങ്ങളും മാത്രമാണ്. പിന്നെ അങ്ങോട്ട് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുവാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.